ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രാരംഭ ഓഹരി വിൽപ്പനയുമായി എത്തുന്നത് 3 കമ്പനികളാണ്. ഓൺലൈൻ ഇ-കൊമേഴ്സ് കമ്പനിയായ മീഷോയെ കൂടാതെ എക്വിസ്, വിദ്യാവയേഴ്സ് എന്നിവയാണ് വിപണിയിൽ മാറ്റുരയ്ക്കുക. എന്നാൽ ഈ IPOകൾ നിക്ഷേപിക്കും മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ആദ്യം നമുക്ക് മീഷോയെ കുറിച്ച് നോക്കാം. ഇത് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു സ്ഥാപനമാണ്. എന്നാൽ ഈ കമ്പനിയുടെ പ്രത്യേകത കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിൽ താമസിക്കുന്ന ഉപഭോക്താക്കളെയാണ് കൂടുതലായി ലക്ഷ്യമിടുന്നത്. 5421 കോടി രൂപയാണ് മീഷോ IPO വഴി സമാഹരിക്കുക. ഇതിൽ നല്ലൊരു കാര്യം, ഇഷ്യൂവിന്റെ ഭൂരിഭാഗവും പുതിയ ഇഷ്യൂ ആണ്. അതായത് ഏകദേശം 4250 കോടി രൂപ കമ്പനിയിലേക്ക് പോകും. 1171 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും IPOയിലുണ്ടാവും. 105-111 രൂപയാണ് ഇഷ്യൂ വില. 135 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. അതായത് 14,175 രൂപ നിക്ഷേപിക്കേണ്ടി വരും. IPO വിലയുടെ അടിസ്ഥാനത്തിൽ 50,096 കോടി രൂപയായിരിക്കും മീഷോയുടെ വിപണി മൂല്യം. അടുത്തത് എക്വിസ്. എയ്റോസ്പേസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് എക്വിസ്. വിമാനങ്ങൾക്കായുള്ള ഘടകങ്ങൾ മാത്രം നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വളരെ കുറച്ച് കമ്പനികളെ രാജ്യത്തുള്ളൂ. സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ പ്രവർത്തിക്കുന്ന മൂലം കമ്പനിക്ക് ചില സാമ്പത്തിക നേട്ടങ്ങളുമുണ്ട്. US-ലും യൂറോപ്പിലും നിർമ്മാണ യൂണിറ്റുകളുമുണ്ട്. 921.81 കോടി രൂപയാണ് എക്വിസ് IPO വഴി സമാഹരിക്കുക. 670 കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും 251.81 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഇതിലുണ്ടാവും. എക്വിസ് ലിമിറ്റഡിന്റെ ഇഷ്യൂ വില 118-124 രൂപയാണ്. 120 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. അതായത് കുറഞ്ഞത് 14,160 രൂപ നിക്ഷേപിക്കണം. വിദ്യാവയേഴ്സ് കോപ്പറും മറ്റ് അടിസ്ഥാന ലോഹങ്ങളും ഉപയോഗിച്ച് വയറുകളും വൈദ്യുത ചാലകതയുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് വിദ്യാവയേഴ്സ്. ഇത് അടിസ്ഥാനപരമായി ഒരു B2B ബിസിനസ് ആണ്. 48-52 രൂപയാണ് ഇഷ്യൂ വില. 288 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. അതായത് കുറഞ്ഞ നിക്ഷേപം 13,824 രൂപ. 274 കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും 26 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് IPO. IPO വിലയുടെ അടിസ്ഥാനത്തിൽ 1100 കോടി രൂപയായിരിക്കും വിദ്യാവയേഴ്സിന്റെ വിപണി മൂല്യം. 3 ഓഹരികളുടെയും അലോട്ട്മെന്റ് ഡിസംബർ 8-ന് നടക്കും. ഡിസംബർ 10-ന് ഓഹരികൾ NSE-യിലും BSE-യിലും ലിസ്റ്റ് ചെയ്യും. ഇത് പഠനാവശ്യം മാത്രം മുൻനിർത്തിയുള്ള വീഡിയോ ആണ്. ഓഹരി നിക്ഷേപം വിപണിയിലെ റിസ്കുകൾക്ക് വിധേയമാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സ്വയം പഠനങ്ങൾ നടത്തുകയോ ഒരു വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യാൻ മറക്കരുത്.